32 ശ്ലോകത്തിൽ ആരാണ് പരമമായ യോഗി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ചോദിക്കാൻ തോന്നും, സമത്വമാണല്ലോ അവിടെ പറഞ്ഞത്. പറഞ്ഞു, യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം എന്ന് പ്രണശ്യാമി ചഞ്ചലത്വാൽ സ്ഥിതിം സ്ഥിരാം ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കൃതം. അങ്ങനെ 2 ശ്ലോകത്തിൽ അർജുനൻ്റെ ചോദ്യമാണ്. ഈ 6-ാം അധ്യായത്തിൽ ശ്ലോകം 10 മുതൽ 28 കൂടി പറയുന്നത് മനസ്സിനെ അടക്കാനുള്ള പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ ആത്മസംയമന യോഗം അല്ലെങ്കിൽ അഭ്യാസയോഗം, ധ്യാനയോഗം എന്നീ പേരുകൾ വന്നു ചേർന്നു ഈ അധ്യായത്തിന്. സാമ്യബുദ്ധിയുടെ പ്രാപ്തിയെ ലക്ഷീകരിച്ചിരിക്കുന്നതിനാലാണ് അർജുനൻ ഈ സമ്പൂർണ്ണ വ്യാഖ്യാനത്തെ സാമ്യയോഗം എന്ന അന്വർത്ഥമായ പേർ നൽകിയത്. സാമ്യേന മധുസൂദന എന്നാണ് ശ്ലോകം. ഈ യോഗം, സാമ്യയോഗം, ഈ യോഗം സാധിക്കുന്നത് വളരെ കഠിനമായ പ്രവൃത്തിയാണ് എന്നതിൻ്റെ അർത്ഥം അതിനുള്ള പ്രയത്നം എളുപ്പമല്ല എന്ന് മാത്രം കാണിക്കാനാണ്. അതായത് ഇത് വളരെ വിഷമമുള്ളതാണ് പറഞ്ഞാൽ അതുകൊണ്ട് ചെയ്യേണ്ടതെന്നല്ല, ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ. സഗുണഭക്തിയും നിർഗുണഭക്തിയെ പറ്റി പറയുമ്പോൾ 12 പറയും, ക്ലേശോ അധികരസ്തേഷം. ഈ നിർഗുണഭക്തിക്ക് ക്ലേശം കൂടുതലുണ്ട് എന്നാ പറയാം ഭഗവാൻ. അതായത് സഗുണഭക്തിക്കും നല്ലോണം ക്ലേശമുണ്ട് എന്നർത്ഥം. പലരും എന്ത് പറയുമല്ലോ, സഗുണഭക്തിക്ക് വിഷമമൊന്നുമില്ല, മറ്റേനെ ഉള്ളൂ. അങ്ങനെയല്ല ഭഗവാൻ പറയും, അധികതര, കുറച്ച് അധികം കൂടുതലുണ്ട്. അതുമാതിരി ഈ യോഗം ചെയ്യാൻ കുറച്ച് പ്രയാസം കൂടുതലുണ്ട്, ശ്രദ്ധ കൂടുതൽ വേണമെന്ന് ആണ് പറഞ്ഞതിനർത്ഥം. പ്രത്യക്ഷ സാമ്യയോഗം സ്വയം ഉള്ള വസ്തുവാണ്. അതിൽ വന്നു ചേർന്ന ആവരണം അകറ്റാനാണ് പണി. നമ്മൾ വാസ്തവത്തിൽ ഈശ്വര സ്വരൂപമാണ്, അത് മറന്നിരിക്കുക. ആ മറവി ഒന്ന് മാറ്റിയേ വേണ്ടു. അതിനാൽ എല്ലാ കാര്യവും അങ്ങനെയാണ്. അതിനാൽ വന്നു ചേർന്ന ആവരണം അകറ്റുവാനാണ് പണി. സാമ്യയോഗം എന്നാൽ സാമ്യമായ യോഗത്തെ സാധിക്കുക. അതായത് ശ്ലോകം 18 മുതൽ 23 കൂടി ഇതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം സാമ്യപ്രാപ്തിക്കായി ചെയ്യുന്ന ആചരണ യോഗം, അത് 24 മുതൽ 28 വരെ ശ്ലോകങ്ങളിൽ പറഞ്ഞു. പിന്നെ സാമ്യരൂപ യോഗം തന്നെ, അത് 21-9 മുതൽ 32 ശ്ലോകങ്ങൾ. ഇത് കൈവാനുള്ള പ്രാഥമിക സാധന ആദ്യത്തെ 10 മുതൽ 17 ശ്ലോകങ്ങളും. ഇങ്ങനെ ഈ അധ്യായത്തിൻ്റെ തോന്നരുത്. ശ്ലോകം 34 പറയുന്നത്, മനസ്സിൻ്റെ ചഞ്ചലത്വം നമുക്കൊക്കെ പരിചയമുള്ളതാണ്, സംശയമില്ലല്ലോ. മനസ്സ് വെറുതെ ഇരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയില്ല, എപ്പോഴും കാര്യമാണ്. അതുപോലെ മനസ്സിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്, അത് നമ്മൾ മറക്കുക. അതെന്താ എന്ന് പറയാൻ വെച്ചാൽ, ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അത് ചെയ്തു തീർക്കണം എന്ന കാര്യത്തിൽ മനസ്സിന് വലിയ ശാഠ്യമുണ്ട്. ശാഠ്യക്കാരനാണ്. ഒന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തേ പറ്റുന്നുള്ളൂ. അങ്ങനെയൊരു ഗുണമുണ്ട്. നമ്മൾ ചഞ്ചലത മാത്രം എടുക്കുക, അതരുത്. ഈ ശാഠ്യത്തിനെ നമ്മൾ ഉപയോഗിക്കണം. 4 മണിക്ക് എണ്ണീട്ടിട്ട് പഠിക്കും എന്നങ്ങോട്ട് മനസ്സ് തീരുമാനിച്ച ശാഠ്യായാൽ സൂക്കടുണ്ടെങ്കിലും സമ്മതിക്കില്ല, മനസ്സൊക്കെ എണ്ണീക്കാൻ പറയും. എണ്ണീട്ടിട്ട് 4 മണിട്ട് പഠിപ്പിക്കും. അപ്പോൾ നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണമുണ്ട്. ഈ നല്ല ഗുണത്തെ നമ്മൾ ഒരിക്കലും വെറുതെ വിടരുത്. ആ ശാഠ്യം നല്ലപോലെ ഉപയോഗിക്കണം എന്നർത്ഥം. ശാഠ്യമാണ് മനസ്സ് എന്നും നമുക്കറിയാം. മനസ്സിൻ്റെ രണ്ടാമത് ഈ ശക്തിയെ, ഈ ശാഠ്യത്തെ പ്രബലപ്പെടുത്തുവാനുള്ള യുക്തി സമ്പാദിച്ചാൽ കാര്യം നടക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ആ ശാഠ്യം നിലനിർത്താൻ സാധിക്കുക? അതൊന്ന് പഠിഞ്ഞാൽ മതി. ആദ്യം പറഞ്ഞ ചഞ്ചലത്വത്തെ ദൂരീകരിക്കാൻ ഇതുതന്നെ ഉപയോഗപ്രദമാവും. മനസ്സ് ചഞ്ചലാണെന്നുള്ളത് പോലെ തന്നെ അത് അപകടമാണെങ്കിൽ ശാഠ്യം ഉണ്ടെന്നുള്ളത് ഗുണമാണ്. അപ്പം ചഞ്ചലത്തെ മാറ്റിയിട്ട് ശാഠ്യത്തെ പിടിക്കാനായിട്ട് ശ്രമിക്കണം. അത് ചഞ്ചലത്വം ദൂരീകരിച്ചേ ഇരിക്കൂ എന്ന ശാഠ്യം വരുത്തുകയേ വേണ്ടൂ. പിന്നെ കാര്യം വേഗം നടക്കും. മനോനിഗ്രഹത്തിനുള്ള ഇതേ യുക്തിയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ കാണിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ശ്ലോകം 35 ശ്ലോകം വായിക്കണോ? ഒന്ന് വായിക്കാമല്ലേ?
അസംശയം മഹാബാഹോ മനോ നിർദൃഹം ചലം അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണതു ഗൃഹ്യതേ അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാതു യഥതാ ശക്യോ അവാപ്തും ഉപായത. അതിന് 2 ശ്ലോകം ഒരുമിച്ചാണ്. അതിൻ്റെ പിന്നെ അർത്ഥം നോക്കാം. 35 പറയുന്നു, ജഡമായ ഒരു വസ്തുവിൻ്റെ സ്വഭാവമാണ് അനക്കല്ലാതിരിക്കുക, സ്ഥിരത ഉണ്ടല്ലോ. സ്ഥിരത വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അനക്കമുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ഈ കാണുന്ന മേശ ഒക്കെ സ്ഥിരമായിട്ടിരിക്കണമെന്നല്ലേ പറയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഹയസ്റ്റ് സയൻസ് പോയി അതിൻ്റെ ഉള്ളിൽ എനർജിയൊക്കെ ഉണ്ട്. എങ്കിലും സാധാരണ ജഡത എന്ന് പറഞ്ഞാൽ ജഡനാണ് വെച്ചാൽ മുണ്ടാണ്ടിരിക്കുന്ന ആൾ എന്ന് അതാ അർത്ഥം സംഘടന. അതിനെ പഠിപ്പിക്കുവാനാണ് പ്രയത്നത്തിൻ്റെ ആവശ്യം. ഇത് പ്രകൃതിയിലെ ശാസ്ത്രമാണ് ഈ പറയാൻ പോണത്. മനസ്സ് സൂക്ഷ്മമായ ഒരു വസ്തുവാണ്. മാറ്റർ, നോട്ട് ആൻ എനർജി, വസ്തുവാണ്. അതിനാൽ സ്ഥിരമാണ് മനസ്സ് സാധാരണ. അതിൻ്റെ സ്വഭാവം ആശ്ചര്യമെന്തെന്നാൽ ചഞ്ചലമായ വിഷയങ്ങളുമായുള്ള നിരന്തര സമ്പർക്കം നിമിത്തം അങ്ങനെയാണല്ലോ അത് ഇതിലേക്കും പകർന്നു. കുറേ ഈ കാന്തം കുറേ അടുത്ത് വെച്ചാൽ ആ ഇരുമ്പ് അതിലേക്ക് കാന്തം കയറും. അതുപോലെ ഈ എപ്പോഴും വിഷയങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് മനസ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ചഞ്ചലമായിട്ട് നിൽക്കുകയാണ്. സമ്പാദിച്ച് ഇതിനെയാണ് ശീലം എന്ന് പറയാം. നമ്മൾ മെല്ലെ മെല്ലെ ഉണ്ടാക്കാം. ഓരോ കാലവും ശീലമല്ലേ. നല്ല ശീലം ഉണ്ടാക്കാം, ചീത്ത ശീലം ഉണ്ടാക്കാം. ശീലം അതിനെ അസ്ഥിരമാക്കി ഈ ശീലത്തെ ഇല്ലാതെയാക്കാം. ശീലം റിപ്പീറ്റഡ് ആക്ഷൻ ഈസ് ഹാബിറ്റ് ഇംഗ്ലീഷിൽ. തുടർച്ചയായിട്ട് ചെയ്തത് വരുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യാഞ്ഞാൽ ശീലം മാറ്റാം. അപ്പോൾ ഇപ്പം നമ്മൾക്ക് തെറ്റായ ഒരു ശീലമുള്ളത് അത് മാറ്റാൻ നമുക്ക് സാധിക്കും. ശീലം ഉണ്ടാക്കാൻ വെച്ചാൽ ശീലം ഇല്ലാണ്ടാക്കാനും സാധിക്കും. അതിനെ മാറ്റിയാൽ മതി. തുടർച്ചയായി പ്രവർത്തിക്കലിൽ നിന്നാണല്ലോ ശീലം ഉണ്ടാവുന്നത്. തുടർച്ചയായി പ്രതിപ്രവർത്തനമാണ് ശീലം അകറ്റുവാനുള്ള മനഃശാസ്ത്രപരമായ യുക്തി. സദാ മാറ്റം അല്ലെങ്കിൽ വിഷയങ്ങളെ ചിന്തിക്കുന്ന, ഒരിക്കലും മാറ്റം സംഭവിക്കാത്ത ആത്മതത്വം, ഈ ഈശ്വരനെ പറ്റിയ ചിന്ത നിരന്തരം അഭ്യസിച്ചാൽ, ഇപ്പം നമ്മൾ മാറുന്നതിനെ പറ്റിയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതിന് പകരം മാറാത്ത ഈശ്വരനെ പറ്റി തന്നെ മനസ്സിൽ എപ്പോഴും ചിന്ത വന്നാൽ ഇത് മാറും, ഈ ശീലം മാറും. മനസ്സ് സ്ഥിരമായിട്ട് നിൽക്കും. കാരണം ഈശ്വരനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഈശ്വരന് ചലനമില്ല, അപ്പോൾ മനസ്സും ചലനമില്ലാണ്ട് അവിടെ നിൽക്കും. ഇതാണ് അതിൻ്റെ യുക്തി എന്ന് പറയാൻ ഭഗവാൻ. അഭ്യസിച്ചാൽ ശീലം മാറും. അവിടെയാണ് ശാഠ്യത്തിൻ്റെ ആവശ്യം വരുന്നത്. ഈ കാര്യത്തിൽ ഒഴിവുകഴിവായത് ഇത് അറിഞ്ഞേ ഇരിക്കുള്ളൂ എന്നുള്ള ശാഠ്യം ഉണ്ടാക്കണം മനസ്സിന്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ശാന്തത കിട്ടാൻ പ്രയാസമില്ല എന്ന് വാസ്തവത്തിൽ ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. കുട്ടികളില്ലേ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നവരെ അവൻ കൂട്ടാക്കില്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവന് കിട്ടാൻ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ശാഠ്യം പിടിക്കും. അവനറിയാം ശാഠ്യം പിടിച്ചാൽ കിട്ടുന്നത്. അതുപോലെ നമ്മളും തോന്നും ഭഗവാന്റെ മുമ്പിൽ ഒരു ശാഠ്യം പിടിക്കണം. എന്തെന്ന് ഈ ചഞ്ചലമായ മനസ്സിനെ ഒന്ന് ഒതുക്കിയിരിക്കുള്ളൂ എന്ന് ശാഠ്യം. അപ്പോൾ വിഷമമില്ലാതെ അത് നമുക്ക് സാധിക്കും എന്ന് പറയാണ് ഭഗവാൻ. വിഷയങ്ങൾ സുഖസ്വരൂപങ്ങളാണെന്ന തെറ്റിദ്ധാരണയുടെ കാരണം അവയിൽ തോന്നുന്ന രാഗമാണ്. വസ്തുവാണ് സുഖം എന്നാണ് നമ്മുടെ തോന്നൽ. അങ്ങനെയല്ല. ശ്രദ്ധിച്ചാൽ പറയാൻ നിൽക്കും. അപ്പോൾ പണത്തിലാണ് സുഖമെങ്കിൽ പണക്കാരൊക്കെ സുഖക്കാരാവണം. അങ്ങനെയല്ല. പണക്കാരിൽ ധാരാളം ആൾ ദുഃഖിക്കുന്നു. പണമില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം വെച്ചാൽ അങ്ങനെയല്ല. പണമില്ലാത്തവർ വളരെ സുഖിക്കുന്നു. അപ്പോൾ ഈ ഇതൊക്കെ മനസ്സിൻ്റെ സ്വഭാവം മാത്രമാണ്. വസ്തുവിലല്ല, മനസ്സിലായിരിക്കുന്ന സുഖദുഃഖങ്ങളൊക്കെ. മനസ്സിൻ്റെ ദ്വന്ദ്വമാണ് സുഖദുഃഖം. ശരീരത്തിൻ്റെ ദ്വന്ദ്വമാണ് ശീതം ഉഷ്ണം. ബുദ്ധിയുടെ ദ്വന്ദ്വമാണ് മാനം അപമാനം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വസ്തുവിലാണ്. അല്ല, സുഖം എവിടെയാണ്? മനസ്സിലാണ്. തത്വചിന്തനത്തിലൂടെ അവയുടെ അനിത്യത്വവും അതിൻ്റെ നിസ്സാരതയും ബോധ്യമായാൽ അവയിൽ തീർച്ചയായും വൈരാഗ്യം സ്വയം വന്നു ചേരും. ആലോചിക്കണം നമ്മൾ, ഇതിങ്ങനെയാണോ? അതുകൊണ്ട് അവയുടെ ഈ ഒരു നിസ്സാരത വെച്ചാൽ സാരമില്ലായ്മ. സാരം എന്ന് പറഞ്ഞാൽ
എന്നും നശിക്കാത്തതാണ് സാരമുള്ളത്. ഇതങ്ങനെയല്ല, എപ്പോഴും മാറുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷയങ്ങളിൽ നമുക്ക് മോഹം വരില്ല. അപ്പോൾ മനസ്സ് അങ്ങോട്ട് ഓടില്ല. പിന്നെ എവിടെയാണ് നിൽക്കുക? മനസ്സ് ആത്മാവിൽ. അതെങ്ങനെയാണ്? സ്വതസിദ്ധമായിട്ട് ശാന്താണ്. അപ്പോൾ സാധിക്കും. അതുകൊണ്ട് അർജുനൻ വിചാരിക്കണ പോലെ വിഷമല്ല, ശ്രദ്ധിച്ചാൽ സാധിക്കുമെന്ന് ഭഗവാൻ പറയണം. ഈശ്വരചിന്തയ്ക്ക് അഭ്യസിച്ചാൽ സ്ഥിരതയും കൈവരും. അതോടെ മനസ്സ് അതിൻ്റെ സ്ഥിരത എന്ന പൂർവ്വ സ്വഭാവം നിസ്സംശയം കൈവരിക്കും. ഇനി 36 ആണ് ശ്ലോകം. അർജുനന് ഒരു ചെറിയ സംശയം കൂടിയുണ്ട്. അയതി അല്ലേ? അയതി ശ്രദ്ധയോ പേദോ യോഗാചരിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാംഗതിം കൃഷ്ണ ഗച്ഛതി. 2 ശ്ലോകമുണ്ട്. കച്ചിന്നോ ഭയപൃഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമഹ്യ സശേഷത ത്വതന്യ സംശയസ്യാസ്യ ചേത്താന്ന ഹ്യുപപദ്യതേ. 3 ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് ചിന്തിക്കാൻ നോക്കുക. മനസ്സിനെ ഒതുക്കുവാനാണ് സമത്വം എന്ന യോഗം. പക്ഷേ ഈ യോഗം അത്ര വേഗത്തിൽ കൈവന്നോളണമെന്നില്ല, ഒന്ന് മെല്ലിയാവാം, കൈവരില്ല. ചഞ്ചലമായ ആണ് മനസ്സ്. എങ്ങനെ സമത്വത്തെ പ്രാപിക്കും? ഇപ്പോഴത്തെ സ്ഥിതിക്ക് മനസ്സ് ഇളകിയേ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഒതുങ്ങി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറയുമ്പോൾ നോക്കാനും ബോധ്യം വരുന്നില്ല. അർജുനന് ഉണ്ടായത് നമ്മുടെയൊക്കെ തന്നെ മനസ്സിനെയൊക്കെ എങ്ങനെ ഒന്നും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുക? അഥവാ ചിന്തിക്കാതിരിക്കണ ഒരു ചെറിയ അനുഭവം ഉണ്ടെന്ന് നോക്ക്, ഒന്നും ചിന്തിരിക്കുക, അത് ഉറങ്ങുക. അപ്പോൾ അത് പോരല്ലോ, എപ്പോഴും ഉറങ്ങിയാൽ പോരല്ലോ. ഉണർന്നിരുന്നിട്ട് മനസ്സ് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുമെന്നൊരു സംശയമുണ്ട്. അതാണ് അർജുനനും ചോദിക്കുന്നത്. സംയമനം എന്നതിൽ അഭ്യാസവും വൈരാഗ്യവും ചേരുന്നതാണ്. 2 കൂടിയിട്ടുണ്ട്. അവ രണ്ടും വേണ്ട പോലെ പ്രയോഗിച്ചാൽ മനസമാധാനം എന്ന യോഗം സുസാധ്യമാണ് എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. ഇതിന് ശേഷം അർജുനൻ്റെ സംശയമാണ് ഇവിടെ. അർജുനന് ഒരു സംശയം കൂടി ഇക്കാര്യത്തിൽ തോന്നി. സമത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധയുണ്ടായിട്ടും പരിപാകം വരുന്നതിന് മുമ്പ് പ്രാരബ്ധവശാൽ മരണം വന്നാൽ സാധകന്റെ ഗതി എന്താവും? എപ്പോഴാണ് മരിക്കുക നിശ്ചലല്ലോ. ഒന്ന് വിഷമം വരില്ലേ? ഈ എടുത്തോടത്തോളം പണി പോവില്ലേ? പിന്നെ അവിടെ ചെന്നാൽ ഉണ്ടാവുമോ? ഇതാണ് പ്രയത്നത്തിൻ്റെ കുറവും കാരണവും മൃത്യുവിന് മുമ്പ് ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ ഒന്നുകൂടെ അങ്ങനെയാവുമല്ലോ. അങ്ങനെ വന്നാലത്തെ സ്ഥിതി എന്താവും? അങ്ങനെ ഇവിടെ പറഞ്ഞതാണ് ശ്രദ്ധയുണ്ട്. 2 ശ്രദ്ധയുണ്ടെങ്കിലും യത്നം മതിയായിട്ടില്ല. 3 ശ്രദ്ധയുണ്ടെങ്കിലും പൂർണ്ണത വരെ പൂർണ്ണ യത്നം ചെയ്തിട്ടും മൃത്യു തടസ്സമായി എന്ന് വന്നേക്കാം. ഈ പരിതസ്ഥിതിയിൽ വരാവുന്ന വിഷമം എങ്ങനെ പരിഹരിക്കാം? ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് സംശയം ഉണ്ടാവും, അർജുനന് മാത്രം നമുക്ക് തോന്നും. അപ്പോൾ അതിന് ഭഗവാൻ 38-ാം ശ്ലോകം സംസാരത്തിൽ നിന്ന് വിട്ട് യോഗസാധന കിട്ടാനായി സാധകൻ ശ്രദ്ധയോടുകൂടി യത്നിക്കുന്നതിന് ഇടയിൽ ലക്ഷ്യപ്രാപ്തിക്ക് മുമ്പ് മരണം വന്നു ചേർന്നാൽ സംസാര സുഖവും മോക്ഷപ്രാപ്തിയും രണ്ടും നഷ്ടമാകില്ലെന്നാണ് അർജുനൻ്റെ സംശയം. ഉഭയഭൃഷ്ടതയല്ലേ അത്? അവിടെ ഇല്ല അവിടെ ഇല്ല എന്നില്ലേ നമ്മൾ പറയാറില്ലേ? അതുമില്ല ഇതുമില്ല, നമ്മുടെ രക്ഷയില്ല എന്നൊന്ന് പറയാറുണ്ട്. അങ്ങനെ ഒന്നും വന്നേക്കില്ലേ എന്ന് തോന്നും. ഇതിനൊരു വ്യക്തമായ മറുപടി ഉണ്ടാവേണ്ടത് ഒരു ചോദ്യം തന്നെയാണിത്. സംസാര അഭിലാഷം വിടാതെ എന്താ ഇത് ഇങ്ങനെ ചോദിക്കാൻ കാരണം വെച്ചാൽ സാധാരണ ഈ ഈശ്വരഭജനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അവർക്ക് ഭോഗസുഖവും വേണം, ഈശ്വര സാക്ഷാത്കാരവും വേണം. അതായത് അമ്മാതെന്ന് പോന്നു ചെന്നു എല്ലാത്തും എത്തിയില്ല എന്ന് മരിയ അങ്ങനെ വയ്യ. ഇല്ലാത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അമ്മാതെന്ന് പോരന്നെ വേണം, എന്നിട്ട് വേണം ഇല്ലാത്തെത്താൻ. അമ്മാതയ്ക്ക് പോകണം ഇല്ലാത്തേക്കും പോകണം എന്ന് പറഞ്ഞാൽ നടുക്കിൽ നിൽക്കേണ്ടുള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഈശ്വര സുഖവും ഈശ്വരൻ്റെ സാക്ഷാത്കാരവും അല്ലെങ്കിൽ സാന്ധ്യ സമാധാനം വേണം, വിഷയസുഖവും വേണം. അങ്ങനെയാണ് നമ്മളൊക്കെ ഇപ്പം എന്ത് യോഗപ്രാപ്തിക്ക് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് കുഴപ്പം വരുന്നത്. അത് വയ്യല്ലോ, ആ 2 സ്ഥലത്തും ഒപ്പം നിൽക്കാൻ വയ്യല്ലോ. ഒന്ന് വിടുക, അപ്പോൾ അങ്ങനത്തെത്താം. അതായത് സാധിക്കുന്ന, അതാണ് ഇവിടെ പറയാൻ പറഞ്ഞത്.
ഈ ചോദ്യം യോഗപ്രാപ്തിക്ക് ശ്രമിക്കുന്നവന് ഒരിക്കലും ശരിക്കും യോഗത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കുക, അയാൾ യോഗഭ്രഷ്ടനാവില്ല. ഒരു കാര്യം ഒന്ന് നിൽക്കാം, മരണശേഷം അടുത്ത ജന്മത്തിലാവും പൂർണ്ണതാവുക. പക്ഷേ അത് ആ വഴി ലൈൻ ക്ലിയറാണ്. ഇതിപ്പോൾ അങ്ങനെയില്ല, അവിടെ ബ്ലോക്കുണ്ട്. കാരണം ഒരു ഭാഗം അങ്ങോട്ട് വലിക്കുന്നു, ഒരു ഭാഗം അങ്ങോട്ട് വലിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടത്ര ഈ യോഗ ഇത് വരാത്തത് എന്ന് പറയണം എന്നറിയണം. അത്തരക്കാരുടെ അവരുടെ അത് യഥാർത്ഥമായ എന്താണ് യോഗാഭ്യാസമല്ല. അവരുടെ പകുതി അങ്ങോട്ടല്ലേ, അത് വരുന്നില്ല. പൂർണ്ണ ശ്രദ്ധയോടെ യോഗസാധന തുടങ്ങിയിട്ട് സാധകന്റെ കഴിവിനും പരിതസ്ഥിതിക്കും അതീതമായ കാരണങ്ങളാൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ വന്നു പോകുന്നതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നതും ഭഗവാൻ ഉത്തരം പറയുന്നു. മറ്റേത് ഈ പകുതിക്കാരുടെ പറ്റി വർത്തമാനമില്ല. വേണ്ടമാതിരി ശ്രമിച്ചു, സാധിക്കാതെ വന്നു, അങ്ങനെ മറ്റുള്ള ഭോഗസുഖവും വേണം, ഈശ്വരസുഖവും വേണം എന്ന് പറഞ്ഞവർക്ക് കാര്യങ്ങൾക്ക് യോഗപ്രശ്നമാവുന്നതിന് അത്ഭുതമില്ല. കാരണം അവർക്കൊരു തീരുമാനമില്ല. അതുകൊണ്ട് അത് സാധിക്കില്ല പറയണം. ഇനി 39 ജീവിക്കുമ്പോൾ ശ്ലോകം 39 ജീവിച്ചിരിക്കുമ്പോഴത്തെയും മരണാനന്തര ഗതിയെയും പൂർണ്ണമായും അറിയുന്നത് ഭഗവാൻ മാത്രമാണ്. എന്താ നമുക്ക് ഇന്ന് വരിക എന്നുള്ളത് നോക്കാറിയില്ല, മരണശേഷം വരിക എന്താണെന്ന് നോക്കാറിയില്ല. കാരണം നമുക്ക് അപ്പപ്പോഴത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. പ്രസൻറ്റ്, പാസ്റ്റും അറിയില്ല, ഫ്യൂച്ചറും അറിയില്ല, വരാൻ പോകുന്നതിനും അറിയില്ല, കഴിഞ്ഞു വന്നും അറിയില്ല. അത് അറിയണ ഒരാളുണ്ടാവണമല്ലോ, നല്ല ഈ പ്രസൻറ്റ് ഉണ്ടാവുള്ളൂ. അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അതിനാൽ ഈ സംശയത്തിൻ്റെ നിവാരണം ഉണ്ടാക്കാൻ ഭഗവാൻ ഒഴിച്ച് മറ്റൊരാൾക്കും സാധ്യമല്ല. അതായത് പൂർണ്ണതയെ പറ്റി പറയണമെങ്കിൽ പൂർണ്ണന് മാത്രമേ പറ്റൂ. നമ്മളൊക്കെ അപൂർണന്മാരാണ്. അപ്പോൾ അപൂർണതയെ പറ്റി നമുക്ക് പറയുവയ്ക്കൂ, പൂർണ്ണതയെ പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാനോട് അർജുനൻ ഇത് ചോദിച്ചത്. സാധ്യമല്ല. അതുകൊണ്ടാണ് അങ്ങയെ ശരണം പ്രാപിക്കുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ ഈ സംശയം ഉന്നയിച്ചതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നു, ശ്രീകൃഷ്ണൻ എന്നാൽ ഗീതോപദേശം ചെയ്യുന്ന ഭഗവാനായ എന്താണ് ഈശ്വരനാണ്. അതേ, അല്ലാണ്ട് വെറും ഗോപാലകൃഷ്ണൻ എന്ന് വിചാരിക്കണം, അപരിധിയ. ശ്രീകൃഷ്ണൻ്റെ ഗീതോപദേശം ചെയ്യുന്ന ഭഗവാനായ കൃഷ്ണൻ രണ്ട് തരത്തുണ്ട്. ഹൃദയത്തെ ആകർഷിക്കുന്നവനായതിനാൽ പ്രേമമൂർത്തിയാണ് ഭഗവാൻ. എല്ലാവരെയും ഹൃദയത്തെ ആകർഷിക്കുന്നു. അതേപോലെ തന്നെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നതിനാൽ ജ്ഞാനമൂർത്തിയാണ്. അങ്ങനെ പ്രേമമൂർത്തിയും ജ്ഞാനമൂർത്തിയും കൂടി ചേർന്നതാണ് ഈ പറയുന്ന ശ്രീകൃഷ്ണൻ. ആ രണ്ടും ചേർന്നത് യഥാർത്ഥ ഇത് ഒരു ഗുരുവിൻ്റെ ലക്ഷണമാണ്. എന്തൊക്കെ? ജ്ഞാനവും വേണം, പ്രേമവും വേണം. പ്രേമമില്ലെങ്കിൽ ജ്ഞാനം മാത്രമൊക്കെ ആർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതൊക്കെ വാണി പഠിച്ചു ചോദിക്കും. പ്രേമം നല്ലോണം ഉണ്ട്, ജ്ഞാനമില്ല വെച്ചാലോ അപ്പോഴും ഗുണമില്ല. ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്, ശാസ്ത്ര വിവരം ഉണ്ടാവണം, ബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞിരിക്കും വേണം. അങ്ങനെയുള്ള ആൾ മാത്രമേ ഗുരു ആവാൻ പറ്റുള്ളൂ. കാരണം ഈശ്വരനെ അറിഞ്ഞവർ മഹാത്മാക്കളുണ്ട്, ചിലരൊക്കെ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് അത് ഈ ശിഷ്യന്മാർക്ക് വേണ്ട കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല. വേറെ ചിലരങ്ങനല്ല, ശാസ്ത്രം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, വളരെ മിണ്ടുമിടുക്കൻ, ഏത് തർക്കവും വ്യാകരണമൊക്കെ അറിയാം, പക്ഷേ അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അയാൾക്കും സാധിക്കില്ല. ഇത് രണ്ടും ചേർന്ന ആളാണ് ഇവിടെ ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഭഗവാന് ഒട്ടും വിഷമമുണ്ടാവാൻ വയ്യല്ലോ. ഇനി 40 ഭഗവാൻ പറയുന്നു, ശ്ലോകം ഒന്ന് വായിക്കാം. പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൽക്കസ്തിൽ ദുർഗതിയും താതഗച്ഛതി. വലിയ ഒരു ആശ്വാസം തരുന്ന ശ്ലോകം അത്. നമുക്കൊക്കെ ശുഭകാര്യം ചെയ്യുന്നവന് ഇഹത്തിലും പരത്തിലും ഒരു തരത്തിലും നാശം സംഭവിക്കുന്നതല്ല എന്നത് അധ്യാത്മശാസ്ത്രമാണ്. നല്ലത് ചെയ്തവൻ നശിക്കില്ല എന്നുള്ളത് ഇവിടെ ഇത് സാധകന് വേണ്ടിയാണ്. ഇനി നീ സൽക്കുലത്തിലാണ് ജനിച്ചത്, സംശയം വേണ്ടാന്ന് ഇനി 16 പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് ദിക്കിൽ ഈ ആശ്വാസം ഭഗവാൻ തരുന്നുണ്ട്. നല്ല കർമ്മം ഒരിക്കലും വ്യർത്ഥമാവില്ല എന്നത് കർമ്മത്തിൻ്റെ കാര്യത്തിൽ
2:40 പറഞ്ഞിട്ടുണ്ട്. 2:40 ശ്ലോകത്തിൽ ഒരു കാര്യം നല്ലത് ചെയ്താൽ അതൊരിക്കലും നശിക്കില്ല എന്ന് 2:40 പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മെല്ലെ നോക്കിക്കോളൂ. നേഹാഭിക്രമനാശ്വസി പ്രത്യേകമായോ സ്വല്പമപ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹതോ ഭയാൽ. അതിന് 2 കാര്യങ്ങളുണ്ടാവില്ല. ഒന്ന് അഭിക്രമനാശം, മറ്റ് പ്രത്യവായം. ഇതൊക്കെ ഓർമ്മ വന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ വാഴ വയ്ക്കുക, എന്നിട്ട് തുടങ്ങി കാറ്റ് വന്ന് വീണുപോയി, അത് അഭിക്രമനാശം, തുടങ്ങിയിട്ട് എത്താണ്ടേ. മറ്റത് പ്രത്യവായം വെച്ചാൽ മരുന്നാണ്, തെറ്റിക്കഴിക്കുക, അപ്പോൾ മരണം വരെ സംഭവിക്കാം. ഇങ്ങനെ 2ഉം ശുഭകർമ്മങ്ങളിൽ വരില്ല എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവാൻ ആവർത്തിച്ച് പറയാണ്. ശുഭകാര്യങ്ങൾ ചെയ്യുന്നവന് ഒരു ഇഹത്തിലും പരത്തിലും ഒരു തരത്തിലും നാശം സംഭവിക്കുന്നതല്ല എന്ന് ആധ്യാത്മശാസ്ത്രമാണ്. നല്ല കർമ്മം ഒരിക്കലും വ്യർത്ഥമാവില്ല എന്നത് കർമ്മത്തിൻ്റെ കാര്യത്തിൽ ഈ 2:40 പറഞ്ഞല്ലോ. ധ്യാനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ എന്ത് പറയണു? ധ്യാനം ചെയ്തവന് ഒരിക്കലും നാശം വരില്ല എന്ന് ഇവിടെ പറഞ്ഞല്ലോ. നഹി കല്യാണകൾ. ഇനി 9 ഒരിക്കൽ കൂടി പറഞ്ഞു. ഭക്തിയുടെ കാര്യത്തിൽ 9:31 ഗീത ഇത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 3 ദിക്കിൽ നല്ലത് ചെയ്യുന്ന ആൾ ഒരിക്കലും നാശം വരില്ല എന്ന് ഗീത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സയൻസും അങ്ങനെയാണ്. നമ്മൾ നേരെ വഴിക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. അത് സഫലാവാണ്ട വയ്യ. ശാസ്ത്രീയമായിട്ടാണ് ചെയ്തതെങ്കിൽ ഏത് പ്രതി ചെയ്താലും അത് സഫലാവാണ്ട വയ്യല്ലോ. നമ്മൾ അതിൽ അശാസ്ത്രീയതയോ അല്ലെങ്കിൽ അശ്രദ്ധയോ വരിക, അപ്പോഴാണ് വിഷമം വരുന്നത്. ഇത് വരില്ല എന്ന് പറയുന്നു. ഇനി ശ്ലോകം 41 പാരമാർത്ഥിക മാർഗത്തിലൂടെ പ്രയാണം ചെയ്യുന്നവന് പിന്നിട്ട വഴിയിലൂടെ വീണ്ടും നടക്കേണ്ടി വരിക എന്ന ഗതികേട് സംഭവിക്കുന്നതല്ല. എവിടെ വരെ പോയി പിന്നെ അവിടുന്ന് അങ്ങടേ കൊണ്ടു, അല്ലാണ്ട് പിന്നാക്കം നടക്കേണ്ടതില്ല, വഴി തെറ്റിലില്ല. മരണം യോഗമാർഗത്തിൽ തൽക്കാലം ഒരു സ്തംഭനം മാത്രമേ ഉണ്ടാക്കൂ, അല്ലാണ്ട് തടസ്സം ഉണ്ടാക്കില്ല. സ്തംഭനം എന്താ ഒരു കുറച്ച് താമസം ഉണ്ടാക്കും, ഒരു സ്തംഭനം മാത്രമേ ഉണ്ടാക്കൂ. ആ ജീവൻ പൂർവ്വസംസ്കാരത്തെ പരിപോഷിക്കുവാൻ അനുയോജ്യമായ പരിതസ്ഥിതിയുള്ള സ്ഥലത്താവും വീണ്ടും ജനിക്കുക. അങ്ങനെയാണ് ആ ശ്ലോകം ഓർമ്മയുണ്ടല്ലോ, ജനിക്കുക. അതുവഴി വീണ്ടും തൻ്റെ യോഗമാർഗം ഗമനം അനുസ്യൂതം തുടരാനും ആ ലക്ഷ്യത്തിലെത്താനും ആൾക്ക് അവസരം കിട്ടും, സംശയമില്ല. യോഗാരൂഢൻ ആയാൽ അതേ ജന്മത്തിൽ തന്നെ സാക്ഷാത്കാരം സാധിച്ചതിനാൽ പിന്നെ യോഗവൃക്ഷനാവുന്ന പ്രശ്നവുമില്ല. ആ ജന്മത്തിൽ തന്നെ ആയ അങ്ങനെ അല്ലാണ്ട് ആൾക്കാരിൽ ഇതൊക്കെ വേണ്ടു, അത് പ്രശ്നവുമില്ല. 42 ശ്ലോകം ഒന്ന് വായിക്കാം. അഥവാ യോഗിനാം അല്ലേ? അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം യതദ്ധി ദുർലഭതരം ലോകേ ജന്മം യതീദൃശം. പരിപൂർണതയുടെ അടുത്ത് എത്തിയ യോഗിയാണ് ലക്ഷ്യപ്രാപ്തിക്ക് തൊട്ടു മുമ്പ് മൃത്യുവിൽ ഗതിമുട്ടി സ്തംഭനത്തിന് വിധേയമാകുന്നത് എങ്കിൽ അടുത്ത ജന്മം യോഗിയുടെ കുലത്തിലാവും അയാളുടെ ജനനം. അതിശീഘ്രം യോഗരൂഢത പ്രാപിക്കാം. ഇത്തരം ജന്മം അതിദുർലഭമാണ്. കാരണം അതിദുർലഭമായിട്ട് മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുള്ളൂ. അതുകൊണ്ടാണ് ജന്മത്തിൻ്റെ ദുർലഭമല്ല, പ്രവർത്തിക്കുന്നതിൻ്റെ ദുർലഭമാണ്. പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടും. പക്ഷേ അതെപ്പോഴും കുറച്ച് ആളുകളല്ലേ ഇങ്ങനെ ഈ സമത്വത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർ എത്രയോ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. ഈശ്വരൻ്റെ തന്നെ ഒരു അനുഗ്രഹം ഉള്ളവർക്കേ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഒന്നുണ്ട്, ചെയ്താൽ കിട്ടും എന്നർത്ഥം. അടുത്ത ശ്ലോകം 43. പൂർവ്വജന്മത്തിലെ ബുദ്ധി സംസ്കാരം ഈ ജന്മത്തിലും ലഭിക്കും എന്നത് കർമ്മഫലം മരണത്തോടെ അവസാനിക്കുന്നില്ല എന്നത് ഹിന്ദുമതശാസ്ത്രമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റവരൊക്കെ മരിച്ചാൽ കഴിഞ്ഞു, മറ്റു മാസത്തിലൊക്കെ. ഇവിടെ അങ്ങനെയല്ല, ആ സംസ്കാരം നിലനിൽക്കും, അത് വീണ്ടും ഉണ്ടാവുമെന്ന്. ഇത് അനുഭവമുള്ള കാര്യമാണ്. ചില കുട്ടികൾ 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേക്കും സംഗീതത്തിലെ എല്ലാ രാഗവും വേണ്ടി പാടുകയൊക്കെ ചെയ്യുക. എവിടുന്നേ കിട്ടിയത്? കഴിഞ്ഞ ജന്മത്തിൽ കൊണ്ടുവരണം തീർച്ചയായും. അപ്പോൾ മുമ്പത്തെ ജന്മം ഉണ്ടാവണം, അതിൻ്റെ സംസ്കാരമാണ് കൊണ്ട് വന്നുള്ളത് തന്നെ വ്യക്തമായ തെളിവല്ലേ. അങ്ങനെ അത് മരിച്ചിട്ട് കണക്ക് വലിയ കണക്കൊക്കെ ഒരു പ്രയാസമില്ലാണ്ട് ചെയ്യും.
അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. സംസ്കാരം കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ വരുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അത് ആ കുട്ടി സമ്പാദിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തത. അല്ലെങ്കിൽ ആ ജന്മത്തോടു കൂടി അവസാനിച്ചു എന്നാണ് ഇവരുടെയൊക്കെ വ്യത്യാസം, മറ്റു മതക്കാരുടെയൊക്കെ. അത് ശരിയല്ല. അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരം വേണം. എല്ലാവരും മാത്രമല്ല, എല്ലാവരും ഒരുപോലെ ജനിക്കണ്ടേ? ഇവിടെ ഒരാൾ കാലില്ലാണ്ട് ജനിക്കുന്നു, ഒരാൾ കണ്ണില്ലാണ്ടിരിക്കുന്നു, ഒരാൾ സുന്ദരനായിട്ട് ജനിക്കുന്നു. എന്താ അത്? ഈശ്വരൻ അങ്ങനെ നമ്മളോട് ഒരു പക്ഷഭേദം ഉണ്ടാവുമോ? എന്നാലും ഈശ്വരനല്ല. അപ്പോൾ ഈശ്വരൻ്റെ കുറ്റമല്ല, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ആ ജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തത. അപ്പോൾ ജന്മം ഉണ്ടെന്നുള്ളത് ഇതിനുള്ള തെളിവ് ഇത് മാത്രം മതി. നമ്മുടെ മനുഷ്യനുള്ള വ്യത്യാസം, ജനനാൽ തന്നെ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് വളരെ വ്യക്തത കണക്കാക്കാം. എന്തെന്ന്? പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇതാണ് വാസ്തവമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പുരുഷാർത്ഥ പ്രാപ്തിയെ മറക്കുകയോ സഹായിക്കുകയോ ചെയ്തു എന്ന് വരാം. ഈ പ്രാരബ്ധം ചിലപ്പോൾ നമ്മൾ എന്തേ മറക്കാൻ എന്ന് ചോദിക്കരുത്, അങ്ങനെ ഒന്നും ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ മറക്കാം. മറന്നില്ലെങ്കിൽ എന്തായി? ഈശ്വരപ്രാപ്തി കഴിഞ്ഞ ജന്മത്തിൽ ഉടനെ വേഗം അങ്ങനെ കിട്ടും. ഒക്കെ ഓർമ്മയുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സംസ്കാരം നിശ്ചയില്ല. ചിലപ്പോൾ അത് പ്രകടവും, ചിലപ്പോൾ ഇനി 2-3 ജന്മം കഴിഞ്ഞിട്ടായിരിക്കാം അത് പ്രകടമാവുക. ഏതായാലും പ്രകടമാവും എന്നുള്ള കാര്യം സംശയമില്ല. ഉണ്ടാക്കിയത് ഇല്ലാതെയാവില്ല. അപ്പോൾ അങ്ങനെ മെല്ലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവസാനം ഈശ്വര സാക്ഷാത്കാരം കിട്ടും. ഈ സംശയത്തിനും പിന്നെ പരിഭ്രമത്തിനും അവകാശമില്ല. നശിക്കുമോ? ഇല്ല. ഇവിടെ നമ്മുടെ ഹിന്ദു ശാസ്ത്രപ്രകാരം നശിക്കുക എന്നൊരു സാധനം ഇല്ല. നാശം എന്നുള്ളത് ശാസ്ത്രവിരുദ്ധ. നാമരൂപങ്ങളിൽ മാറ്റം വരിക, പ്രളയം, പ്രകാശനമിരിക്കുക, അതിൽ നാമരൂപമാണ്. അപ്പോൾ സ്വർണം നശിക്കലില്ല. പണ്ടങ്ങൾ പലതാവാം, നാമരൂപങ്ങളും മാറുമ്പോഴും സ്വർണത്തിനൊരു വ്യത്യാസമില്ലല്ലോ. അതുമാതിരി നമുക്ക് നമ്മുടെ ഇത് പ്രകാരം നിത്യനരകം, നിത്യസ്വർഗം, മറ്റു മതക്കാർക്ക് അങ്ങനെ ഒന്നുണ്ട്. അത് ശാസ്ത്രവിരുദ്ധമാണെന്നുള്ള കഥ. ഇതെന്താ മനുഷ്യൻ ഏത് കാലത്തും ഒരാളെ പിന്നെ നിത്യനരകത്തിലിടുക, അതുവരെ ഒരാൾക്ക് നിത്യസ്വർഗം. അപ്പോൾ ഒരു പക്ഷഭേദം കാട്ടുന്ന ആളാവും ഈശ്വരനെ. ഇതൊന്നും പാടില്ല. ഈശ്വരൻ ഇതിനൊന്നും സ്വഭാവമില്ല. നമ്മളിപ്പോൾ ഒരു സാധനം വെച്ച് അത് മറന്നതിന് ഈശ്വരനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ എന്തേ മറക്കാൻ ചോദിക്കരുത്. മറക്കാറുണ്ട്, തരാറുണ്ട്, കിട്ടാറുമുണ്ട്. അതുപോലെ ഈ ജീവിതത്തിൽ നമ്മൾ പലതും മറക്കാറുണ്ട്. സംസ്കാരം മറക്കും, അപ്പോൾ പലത് ചെയ്യും. പക്ഷെ അത് അവിടെ നിൽക്കുവോടെ ഇത്തിരി കഴിഞ്ഞാൽ ഓർമ്മ വരും. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ പരിതസ്ഥിതി ചില സമയത്ത് നമുക്ക് സഹായമാവും, ചില സമയത്ത് അത് നമുക്ക് വിരോധമായിട്ട് നിൽക്കും. അത് എപ്പോഴാണ് വരിക എന്താണെന്ന് പറയില്ല. ഏതായാലും ശ്രദ്ധിച്ചാൽ ഇത് ആദ്യം ഉണ്ടാക്കാൻ സാധിക്കും. ചെയ്തതൊന്നും പോവില്ല എന്ന് പറയുള്ളൂ. യോഗബുദ്ധി, സംസ്കാരം, ഈ യോഗബുദ്ധിയിലല്ലോ. യോഗബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സമത, സമത്വബുദ്ധി. ഇത് ആത്മാവിൻ്റെ സ്വഭാവമാണ്. അതിന് അനുകൂലമാണ്. അത് ഈ ജന്മത്തിലെ പുരുഷാർത്ഥത്തെ ശരിയായ ദിശയിൽ എത്തിക്കുന്നതിന് സഹായമേ അതാവുള്ളൂ. അപ്പോൾ ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ എന്താ യോഗി ആയില്ലെന്ന് ചോദിക്കരുത്. ചിലപ്പോൾ കാരണം അതിൻ്റെ മുമ്പത്തല്ലേ സംസ്കാരം ഉണ്ടാവും, അതാവും ഈ ജന്മത്തിൽ വരിക. പിന്നത്തെ ജന്മത്തിൽ ഇത് കിട്ടുള്ളൂ. ഏതായാലും ഒരിക്കൽ ഈ ഇതിലേക്ക് ശ്രമിച്ചാൽ പിന്നെ അവസാനം അത് എത്തുന്നത് വരെ കൊണ്ടുപോകൽ മനസ്സിൻ്റെ തന്നെ പണിയാണ്. അപ്പോൾ അതിൽ പരിഭ്രമം വേണ്ടെന്ന് പറയണം. 44 പൂർവ്വജന്മത്തിലെ വാസന യോഗിയെ ബലാത്കാരേണ എന്ന് തോന്നുമാറ് ആ മാർഗത്തിലേക്ക് നയിക്കും. അപശോഹ്യപിന്ന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ശ്ലോകം. ശബ്ദബ്രഹ്മത്തെ അനുവർത്തിക്കുക. അധികം ശബ്ദത്തെ അനുവർത്തിക്കുന്നുണ്ട്. ശബ്ദബ്രഹ്മം വെച്ചാൽ വേദം എന്നാണ് അതിനു. എന്നാൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ അധ്യയനത്തിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല എന്നർത്ഥം. അയാൾക്ക് പിന്നെ എന്ത് വേണ്ട? വേദം പഠിക്കുകയൊന്നും വേണ്ട. പണ്ട് അറിവുണ്ടാവുകൊണ്ട്, ആ സംസ്കാരം ഉണ്ടാവുകൊണ്ട് വേദത്തിനെ നിന്ദിക്കല്ല, അതിൻ്റെ ആവശ്യമില്ലാണ്ട് വരുന്നു. അപ്പം നമ്മൾ അതെ, എനിക്ക് സംഗീതമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ സംഗീത പുസ്തകം നോക്കുന്നുമുണ്ടല്ലോ. അക്കാര്യം എൻ്റെ തന്നെ ഒന്നുമല്ലോ. അതുപോലെ ആൾക്ക് സാധിക്കും. അതിന് സംഗീത പുസ്തകത്തിനെ നിന്ദിക്കല്ല, അത് ആവശ്യം വരുന്നില്ലല്ലോ. അവിടെ ഉണ്ട്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ അധ്യായത്തിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല എന്ന അർത്ഥം. യോഗിക്ക് വേദത്തിൻ്റെ ആവശ്യകത തന്നെ ഇല്ല എന്ന് 2:46 പറഞ്ഞത്. എന്താണ്? എല്ലാ ദിക്കിലും വെള്ളം നിറഞ്ഞാൽ
പിന്നെ കിണറ് കുളം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കഥ ഉണ്ടല്ലോ. അതുപോലെ ഈ യോഗിക്കും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദം അല്ലെങ്കിൽ ഉപനിഷത്തോ മറ്റു കാര്യങ്ങളോ പഠിക്കുകയൊന്നും വേണ്ട. കാരണം അയാൾ മുഴുവനായി കഴിഞ്ഞു. അത് സാധിക്കും. യോഗ ജിജ്ഞാസ കൊണ്ട് മാത്രം ഈ നില കൈവരില്ല. മനസ്സിലായോ? വെറും യോഗത്തിലെ ജിജ്ഞാസ ഉണ്ടായാൽ പോരാ, അത് അറിഞ്ഞാൽ കൊള്ളാം, അതിൽ പ്രവർത്തിക്കണം, കൈവരില്ല. മറിച്ച് യോഗ ജിജ്ഞാസുവിന് ജ്ഞാനീപുരുഷന്മാരുടെ അനുഭവങ്ങളായ വേദങ്ങൾ നിശ്ചയമായും ഉപകാരപ്രദമായിരിക്കും. അയാൾക്ക് ഉണ്ടപ്പെട്ടെ അനുഭവങ്ങളിലെ വേദങ്ങൾ ഇവിടെ യോഗ ജിജ്ഞാസ കൊണ്ട് തന്നെ വേദത്തിൻ്റെ ആവശ്യകതയെ സമാപ്തമാക്കിയിരിക്കുന്നു. ഇയാളതിൽ ശ്രമിച്ചു തുടങ്ങി. പിന്നെ അയാൾക്ക് ആ പഴയ സംസ്കാരമുണ്ട്. വേദത്തിനെ ഒന്നും നിന്ദിച്ചു പറയല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരില്ലേ ഒക്കെ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുസ്തകം നോക്കുന്നുമുണ്ടല്ലോ, അത് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ശബ്ദബ്രഹ്മത്തെ അതിക്രമിച്ചു, അല്ലാതെ വേദത്തിനെ മോശമാക്കി പറയില്ല, നമ്മുടെ ഇലയി അതുണ്ട്. യോഗഭ്രഷ്ടൻ്റെ പ്രകരണമാകയാൽ അതിൻ്റെ വിശേഷ അർത്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ യോഗഭ്രഷ്ടനാണല്ലോ, അല്ലേ പറ്റിയ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ധരിക്കണം. ഭാവം ഇതാണ്: അതിശീഘ്രത്തിൽ സാക്ഷാത്കാരം സിദ്ധിക്കുന്നതിനാൽ വേദത്തിൻ്റെ ആവശ്യകത സമാപ്തമായി. അത്രേ ഇതിനർത്ഥമുള്ളൂ. പറ്റിച്ചൊന്നും ധരിക്കരുത്. വേദത്തെ നിന്ദിക്കുകയോ വേദം വേണ്ട പറയല്ല, അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഓരോരുത്തർക്ക് ആവശ്യമില്ല, അത് സാധിക്കുള്ളൂ. ഇനി 45 പൂർണ്ണ യോഗപ്രാപ്തിക്കുള്ള പ്രയത്നം നിരന്തരം ജാഗ്രതയോടെ ചെയ്യുമ്പോൾ ദോഷങ്ങളെല്ലാം ക്രമത്തിൽ അകലും. അതോടെ യോഗ ആരൂഢനാവും. ഈ തടസ്സമൊക്കെ നീങ്ങിയാൽ യോഗ ആരൂഢനാവുമല്ലോ. ധൃതിപ്പെടണ്ട. എന്താ കാരണം? യാതൊരു ആവശ്യവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ശാഠ്യം വേണം, ധൃതി വേണ്ട. ശനി പരമേന്നുണ്ടല്ലോ, മെല്ലെ. പക്ഷേ എപ്പോഴാച്ചാൽ കിട്ടട്ടെ എന്ന് വയ്ക്കുന്നത്, കിട്ടണം എന്നുള്ള ശാഠ്യം ഉണ്ടാവണം. എന്നിട്ട് പ്രവർത്തിക്കുക. ധൃതിപ്പെട്ടാൽ ചിലപ്പോൾ വഴിയിൽ വീണുന്ന് വരും. അത് വരണ്ടെന്ന് വെച്ചിട്ടാണ് പറഞ്ഞില്ല. യഥാർത്ഥ സമയം അത് തന്നെ വന്നു ചേർന്നോളും. എങ്ങനെ? പ്രവർത്തിക്കുന്നവന്. വെറുതെ ഇരിക്കണമെന്ന് വന്ന് ചെയ്യുന്നില്ലല്ലോ. പ്രവർത്തിക്കുന്നതിന് യഥാസമയം നമ്മൾ ചെയ്താൽ അത് തന്നെ അവിടെ വന്നോളും. ഇനി 46 ശ്ലോകം 46 തപസ്സിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോശ്ചി മതോധിക കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാൽ യോഗി ഭവാർജുന എന്നാണ് ശ്ലോകം. ഇത് ഒരു ലേശം വിഷമമുണ്ടാക്കുന്നതാണ്. കാരണം ഇവിടെ ആ വാക്കിൻ്റെ അർത്ഥം തെറ്റിയെടുത്താൽ വലിയ ഇതുകൊണ്ട് ജ്ഞാനി ഭക്തൻ എന്നൊക്കെ പറയുന്നത് അതിന് പ്രവർത്തിക്കുന്ന ആളുകളെയാണ്. പരമജ്ഞാനി അല്ല പറഞ്ഞത്. ജ്ഞാനി എന്നാൽ ബുദ്ധിപ്രധാനിയായ സാധകൻ എന്നർത്ഥ. ജ്ഞാനി തപസ്വി എന്നൊക്കെ പറഞ്ഞുള്ളൂ. ജ്ഞാനയോഗി തപോയോഗി യോഗി പറഞ്ഞിട്ടില്ല. അതായത് സമത്വം വന്നിട്ടില്ല. ജ്ഞാനുണ്ട്. ജ്ഞാനയോഗിയും ഭക്തി യോഗിയും ഈ സാമ്യയോഗിയും ഒക്കെ ഒന്നാ. കാരണം സമതത്തിലെല്ലാവരും ഒന്നാ. അവിടേക്ക് പറഞ്ഞ ഇപ്പോൾ കർമ്മിയും കർമ്മയോഗിയും തമ്മിൽ വ്യത്യാസമില്ലേ? കർമ്മയോഗി ആകുമ്പോഴേ മുഴുവനേ ഉള്ളൂ. അതുവരെ കർമ്മിയാണ്, കർമ്മത്തിൽ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തിന്? യോഗത്തിന്. അപ്പോഴേ കർമ്മയോഗമുള്ളൂല്ലോ. അത് പറഞ്ഞ് ജ്ഞാനി എന്നാൽ ബുദ്ധിപ്രധാനിയായ സാധകൻ. തപസ്വി എന്ന് പറഞ്ഞാൽ ഭാവനാപ്രധാനമായ സാധകൻ. കർമ്മി എന്നാൽ കർമ്മപ്രധാനമായ സാധകൻ. യോഗമാർഗത്തിൻ്റെ സൗകര്യം എടുത്ത് കാണിക്കൂ. ഇവിടെ ഈ യോഗത്തിനെ കാണിക്കുന്നതാണുമ്പോൾ കാലം, ദേശം, കർമ്മം, ദ്രവ്യം ഇവയുടെയോ ഗ്രന്ഥങ്ങളുടെയോ ഒന്നിൻ്റെയോ അപേക്ഷ വേണ്ട. ആർക്ക്? ഈ യോഗിക്ക്. ഭക്തിയോഗിക്കും ജ്ഞാനയോഗിക്കും കർമ്മയോഗിക്കും പലതിൻ്റെയും ആവശ്യമുണ്ട്. വേണമല്ലോ, കർമ്മം ചെയ്യാനും വേണ്ടേ? ജ്ഞാനിക്ക് ഒരു ഗുരുനാഥനെങ്കിലും വേണമല്ലോ. അതുമാതിരി ഭക്തനാണെങ്കിൽ അനവധി ഭക്തന്മാരുടെ അവകാശം വരും. ഈ ധ്യാനയോഗിക്ക് ഇതൊന്നും ആവശ്യമില്ല. കാരണം ശരീരം മാത്രമേ ഉണ്ടൂ, അല്ലേ? അയാൾ ശരീരം, മനസ്സ്, ബുദ്ധി, അതിൽ ആ മനസ്സിനെയാണല്ലോ പിടിക്കുന്നത്. അതിന് വേറെ, അതായത് പരാശ്രയം ഒന്നും വേണ്ട. അതാണ് ഈ യോഗിക്കുള്ള പ്രത്യേകത എന്നാ പറയുന്നത്. ഈ ജ്ഞാനയോഗിക്ക് തൻ്റെ ശരീരം ഒന്നേ വേണ്ടൂ ധ്യാന യോഗം സാധന ചെയ്യാൻ.
വേണ്ട വിധം ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചാൽ അതിവേഗം സിദ്ധനാവാൻ സാധിക്കുന്നതിനാലാണ് ഈ യോഗം ആണ് നല്ലത് എന്ന് ഭഗവാൻ പറയാൻ കാരണം. മറ്റു ഒന്നും മോശമായിട്ടല്ല, ഇവിടെ സൗകര്യം ആറിലും ധ്യാനമാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ഇത് പറയുമ്പോൾ അത് കേമാന്ന് പറയും. അങ്ങനെയാണല്ലോ നമ്മളും അല്ലേ. ഒന്ന് ആകുമ്പോൾ അത് വളരെ കേമ പറയും, മറ്റൊന്ന് അതും കേമ പറയും. എല്ലാം കേമാണ്. നമുക്ക് അതിൽ അഭിരുചി ഉണ്ടാക്കാനാണ് ഇത് വളരെ കേമാന്ന് പറയുന്നത്. ഇനി അവസാനത്തിൽ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, യോഗിയാവുമെന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ശ്ലോകം 40 പറഞ്ഞ അവിടെ ജ്ഞാനി, താപസൻ, കർമ്മിഷ്ഠൻ ഇവരെ ഇനി 7-ാം അധ്യായത്തിൽ ഈ പൂർണ്ണ ഭക്തന്മാരെ 4ആക്കി തിരിച്ചിട്ടുണ്ട്. അവിടെ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ എന്നവിടെ പറയും. അവർ സകാമ ഭക്തന്മാരല്ല, നിഷ്കാമ ഭക്തന്മാരാണ്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ലേശം ഒരു വ്യത്യാസമുണ്ട്. ജ്ഞാനി അങ്ങനെയല്ല, പൂർണ്ണന എല്ലാം സാധിച്ചു. അതിൻ്റെ അർത്ഥം ഇവിടെ പറയണം. ജിജ്ഞാസു, ആർത്തൻ, അർത്ഥാർത്ഥി എന്നിവർക്ക് തുല്യരാണ്. ഇവരിലെല്ലാം ശ്രേഷ്ഠനാണ് യോഗി അല്ലെങ്കിൽ ജ്ഞാനി ഭഗവാൻ. ഈ യോഗി എന്ന് പറഞ്ഞത് തന്നെയാണ്. ജ്ഞാനി വെച്ചാൽ ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണമാണല്ലോ ഈ ജ്ഞാനം. 7-ാം അധ്യായത്തിലെ ജ്ഞാനിയുമാണ്. അദ്ദേഹം സർവ അംഗങ്ങളും തികഞ്ഞവനാണ്. മറ്റതൊക്കെ ഏകാംഗിയാണ്, ഇത് സർവാംഗിയാണ്, തികഞ്ഞവനാണ്. ഇങ്ങനെ സർവാംഗിയായ ജ്ഞാനയോഗികളിൽ യാതൊരുവൻ ഭക്തനായിരിക്കുന്നുവോ, എന്നാലും എന്ത് പറഞ്ഞതൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും യാതൊരുവൻ ഭക്തനായിരിക്കുന്നുവോ അവനാണ് ഏറ്റവും കേമൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്താ അങ്ങനെ ഒന്ന് പറയാൻ വെച്ചാൽ, പരമജ്ഞാനം എന്നുണ്ടല്ലോ, അവിടെ ഈ വ്യവഹാരത്തിന് അവകാശമില്ല. ഒന്നായി ഈശ്വരനായിട്ട് ഇവിടെ നമ്മൾ ഈ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ എന്ത് വേണം, ഒന്നായിട്ട് ആയിട്ട് തന്നെ ഈശ്വരനെ സേവനം ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരെ അങ്ങനെ തോന്നണമല്ലോ. അതാണ് ഭക്തിക്കുള്ള ഗുണം. ഭക്തിക്ക് പ്രേമാണ്. മറ്റേന്ന് ഏകതയാണ്, ഈശ്വരനായിട്ട് ഐക്യം പ്രാപിക്കുക. പിന്നെ അവിടെ വ്യവഹാരത്തിന് സ്ഥാനമില്ല ജ്ഞാനത്തിന്. ഭക്തിക്ക് അങ്ങനെയല്ല, ഒന്നാണെന്ന് അറിഞ്ഞിട്ടും പ്രേമിക്കാൻ സാധിക്കും. ഒന്ന്, അതായത് തനിക്ക് മുമ്പ് പറയുന്നുണ്ട് അഭിന്നം അഭേദം. അതെ, ജ്ഞാനം എന്നുള്ളത് അഭിന്നാണ്, രണ്ടാമത് കഷ്ണമില്ല, ഒന്നായി. അഭേദം എന്നുള്ളതിന് ഈക്വാലിറ്റി, അതായത് സമത. ഈശ്വരനും ഭക്തനും ഉണ്ട്, എന്നിട്ട് അവർ ഒന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ ധ്യാനയോഗത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ യോഗികളിൽ വെച്ച് തന്നെ ആരാണോ ഭക്തനായിരിക്കുന്ന യോഗി അയാളാണ് ഏറ്റവും വലിയ കേമൻ ഇവിടെ വെച്ചിട്ട്. കാരണം ഈ പ്രായോഗിക ജീവിതത്തിൽ, വ്യവഹാര ജീവിതത്തിൽ ഭക്തനാൻ പറ്റുള്ളൂ. ഇതാണ് സാധിക്കുക എന്ന് പറഞ്ഞാണ് 6-ാം അധ്യായം ധ്യാനയോഗം. അവിടെയും എന്തെന്ന് വെച്ചാൽ 5-ാം അധ്യായത്തിൽ കർമ്മയോഗി പറയുമ്പോൾ അവിടെ വെച്ചിട്ടും പറഞ്ഞു, ഭക്തനെ പറ്റി പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, 5-21 ശ്ലോകത്തിൽ ഞാൻ സർവഭൂത സുഹൃത്താണ് എന്ന കാര്യങ്ങൾ പറഞ്ഞു. 6 വരുമ്പോൾ ഇവിടെയും എന്ത് പറയുന്നു, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭക്തനെ പ്രത്യേകിച്ച് പറയണം. എന്താ ഇങ്ങനെ പറയാൻ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാണ്, ജ്ഞാനാനന്തരവും ഭക്തി നിലനിൽക്കട്ടെ എന്ന ആഗ്രഹം, ജ്ഞാനിയായിട്ടും ഭക്തി നിലനിൽക്കട്ടെ എന്ന ആഗ്രഹം ഭഗവാനെ കാണിച്ചിരിക്കുന്നു. ഈ ഗീതയുടെ ഒരു പ്രത്യേകത, ഒന്നിനെയും വേറെയായിട്ട് കാണില്ല, പൂർണ്ണതയാണ് ഗീത. ജ്ഞാനിയാ കേമൻ, ഭക്തനാ കേമൻ, കർമ്മയോഗിയാ കേമൻ എന്നൊക്കെ മറ്റു പലരും പറഞ്ഞ ഗീത ഒരിക്കലും പറയാറില്ല. പ്രത്യേകിച്ചും ജ്ഞാനവും ഭക്തിയും ഒന്നായിട്ട് തന്നെ ഉള്ളൂ. ഒക്കെ ഈ അഭിന്നും അഭേദവും രണ്ടും വ്യത്യാസമില്ലല്ലോ, അതിന് വരുന്നുണ്ട്. ഇവിടെ ഗീതയിൽ എപ്പോൾ കാണിക്കും നോക്കാം. 4 കർമ്മയോഗത്തെ പറ്റി പറയും, അവിടെ ജ്ഞാനാ കേമെന്ന് പറയും. ഇനി 12 ഭക്തിയോഗം വരും, അവിടെ കർമ്മയോഗ കേമെന്ന് പറയും. ഇനി 15 ജ്ഞാനം വരും, അവിടെ ഭക്തിയോഗ എന്ന് പറയും. അങ്ങനെ തമ്മിലൊരു വ്യത്യാസവും ഇല്ലാണ്ട് അപ്പോഴല്ലേ ഏകത വരുള്ളൂ. ഈ മറ്റത് എപ്പോഴും സംഘർഷം, വിഷമം വരുമല്ലോ. ഹിന്ദുമതത്തിൽ ഏറ്റവും അധികം അപകടം വന്നത് നമ്മൾ ഈ ഉച്ചനീചത്വം തീരുമാനിച്ചു. വലിപ്പ ചെറുപ്പുണ്ടാവും, ഉച്ചനീചത്വം ഇല്ല. ഉച്ചനീചത്വം എന്ന് പറയുമ്പോൾ അവിടെ ഈ ദൂഷ്യ സ്വഭാവത്തിലെ നിന്ദാഭാവം വരെ ഉച്ചനീചത്തിന്. മറ്റത് അങ്ങനെയില്ല, ചെറുത് വലുത് അത് വേണമല്ലോ. ചെറിയ കുട്ടി വലിയ ആൾ, എന്താ വിരോധം? ചെറിയ കുട്ടിയിലും ഈശ്വരൻ, വലിയ കുട്ടിയിലാണ് ഇപ്പോൾ. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. വിനോബാജി പറഞ്ഞത്, അച്ഛനും ചെറിയൊരു കുട്ടി,
5-6 വയസ്സായിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ഒരു വലിയ ലഡ്ഡു അച്ഛന് കൊടുത്തു. വെച്ചിട്ട് പൊട്ടിച്ചിട്ട് അവന് ചെറുതേ കൊടുക്കൂ. പൊട്ടിച്ച് അതിന് പകുതി വെച്ചു. അയാൾ നിലവിളിയ സ്ത്രീ കുട്ടി. അപ്പോൾ അമ്മ ബുദ്ധിയുള്ള സ്ത്രീയാണ്. സാരല്ല, ഞാൻ മാറ്റി കൊണ്ടുതരാൻ പറഞ്ഞിട്ട് ഈ പകുതി ലഡ്ഡു അധികം കൊണ്ടുപോയി. എന്നിട്ട് അതങ്ങോട്ട് ഉരുട്ടിയിട്ട് ചെറിയ ലഡ്ഡു ആക്കിയിട്ട് അതിവിടെ കൊണ്ടുകൊടുത്തു. അവന് സന്തോഷമായി. കാരണം ഒന്നവന് മനസ്സിലാക്കാം, അച്ഛന് വലിയ ലഡ്ഡു, എനിക്ക് ചെറിയ ലഡ്ഡു. അച്ഛന് ഒരു ലഡ്ഡു, ഞാൻ പകുതി ലഡ്ഡു. അത് കഴിയാൻ പറഞ്ഞു. ഞാൻ പകുതിയല്ല, ഞാനും മുഴുവനാണ്, അച്ഛനും മുഴുവനാണ്. അപ്പോൾ അതിൽ ഉച്ചനീചത്വമില്ല. മറ്റേത് മുഴുവൻ ലഡ്ഡും പകുതി ലഡ്ഡു ആകുമ്പോൾ ഈ വ്യത്യാസമുണ്ട്. കാര്യം രണ്ടും ഉരുണ്ടിട്ടാണല്ലോ. അത് വേണേനും ഇവിടെ ആ മാതിരി വ്യത്യാസം കൂടാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ജ്ഞാനം എന്നുള്ളത് വലിയ ലഡ്ഡു ആണെങ്കിൽ ഭക്തി എന്നുള്ളത് ചെറിയ ലഡ്ഡുവാണ്. പക്ഷേ ചെറിയ ലഡ്ഡുവിന് ജ്ഞാനം അല്പം കുറച്ച് ആൾക്കേ സാധിക്കുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. ഭക്തി അങ്ങനെയല്ല, പലർക്കും സാധിക്കും. അതുകൊണ്ട് 6-ാം അധ്യായം സംസാരിക്കുമ്പോഴും ഭക്തിയിൽ കൊണ്ട് നിർത്തുക. അങ്ങനെയാണ്. ഞാൻ 12 ഇവിടെ വായിക്കുകയായിരുന്നു. 12-ാം അധ്യായത്തിൽ കൊണ്ടുപോയി നിർത്തുന്നത് കർമ്മത്തിലാണ്, ഫലത്യാഗത്തിലാണ്. ഇങ്ങനെ 6-ാം അധ്യായം ഇതോടുകൂടി അവസാനിച്ചു. ഇനി അടുത്തത് 7-ാം അധ്യായമാണ്.